ദിവസം കൊണ്ട് 46,000 പലസ്തീനികളുടെ കുരുതി നടത്തിയെന്നതിൽ അഭിമാനം പൂണ്ടുകൊണ്ട് നെതന്യാഹു ഞെളിഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അമേരിക്കയിൽ ഇരുന്ന് 2 പേർ ഊറിച്ചിരിക്കുന്നുണ്ട്. പ്രസിഡന്റ് കസേരയിൽ നിന്ന് പുറത്തു പോകുന്ന ജോ ബൈഡനും രണ്ടാമത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപും. ഇരുവർക്കും പണം വാരിക്കോരി നൽകുന്ന അമേരിക്കൻ ആയുധ കമ്പനികൾ ഊറിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്, അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നെയ്യാറ്റിൻകര ഗോപനെ പോലെ ആറാടുകയാണ്. ഈ 450 ദിവസം കൊണ്ട് അമേരിക്കൻ സർക്കാർ വഴി അവർ ഇസ്രായേലിന് വിറ്റഴിച്ചത് 2 ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളൊക്കെയാണ്. ലോകം മുഴുവൻ സുഖം പകരാനെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലോകം മുഴുവൻ യുദ്ധം നടത്തിക്കൊണ്ട് ആയുധം വിറ്റുകൊണ്ട് കൊക്കക്കോളയും ബർഗറും ഒക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ അമേരിക്ക. യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സമാധാനമൊന്നുമല്ല, പകരം യുദ്ധത്തിന്റെ തുടർച്ച യുദ്ധം തന്നെയാണെന്ന് അമേരിക്കയുടെ ചോരക്കൊതിയും ആയുധം വിൽക്കലും ഗസയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ജോ ബൈഡന് താൻ ഇറങ്ങിപ്പോകും മുമ്പ് ഗസയിൽ വെടിനിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകണം. ട്രംപിനോ ഞാൻ വന്ന ഉടനെ വെടിനിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആ അഭിമാനത്തോടുകൂടി കസേരയിൽ കയറിയിരിക്കണം. അങ്ങനെ അവസാനം വെടിക്കെട്ട് കഴിയുമ്പോൾ യുദ്ധം അവസാനിക്കുമോ ഗസയിലെ? ഇല്ല. ആയുധ കച്ചവടത്തിന് യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കണം. നെതന്യാഹുവിന്റെ ഭരണ തുടർച്ചയ്ക്കും അത് വളരെ അത്യാവശ്യമാണ്. ഗസയിലേക്കുള്ള വഴികളെല്ലാം കൂടുതൽ കർശനമായി ഇസ്രായേൽ നിയന്ത്രിക്കും. പതുക്കെ നമ്മുടെ വാർത്താ താല്പര്യത്തിൽ നിന്ന് ഗസയിൽ വെടിനിർത്തി എന്ന് വരുന്നതോടെ പലസ്തീന്റെ വേദന മാഞ്ഞു തുടങ്ങുകയും ചെയ്യും. ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ജനുവരി 19 ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമ്പോൾ കുടിയിറക്കപ്പെട്ട പലസ്തീനികളുടെ യഥാർത്ഥമായ അവസ്ഥ എന്താണ്? അവർക്ക് കഴിഞ്ഞ 15 മാസം കൊണ്ട് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? ആ രാജ്യത്തിപ്പോൾ എന്താണ് അവർക്ക് ജീവിക്കാനായി ബാക്കിയുള്ളത്? ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ, താൽക്കാലികമായൊരു വെടിനിർത്തൽ, ഇസ്രായേലിന്റെ ബന്ദികളെയും പലസ്തീന്റെ തടവുകാരെയും മോചിപ്പിക്കൽ, ഗസയുടെ പുനർനിർമ്മാണം എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ വെടിനിർത്തൽ കരാറെങ്കിലും നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നാട് വിട്ട് ജീവനും കൊണ്ട് ഓടിപ്പോയവർ എന്തിലേക്കാണ് തിരിച്ചു വരാൻ പോകുന്നതെന്ന് അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടിൽ ഇതിന്റെ ഒരു കൃത്യമായ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ശേഷം യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം 46,707 പലസ്തീനികളെ ഇസ്രായേൽ കൊന്നൊടുക്കി. ഏകദേശം 1,10,265 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ 467 ദിവസത്തിൽ ഓരോ ദിവസവും ശരാശരി 100 പലസ്തീനികൾ വീതം കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. ഏകദേശം 2.3 ദശലക്ഷമാണ് ഗസയിലെ ജനസംഖ്യ. അതിൽ പകുതി കുട്ടികൾ. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആ ജനസംഖ്യയിൽ നിന്ന് 6% കുറവുണ്ടായി. വംശഹത്യ. കഴിഞ്ഞ 15 മാസത്തിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗസയിൽ 100-ൽ 2 പേർ കൊല്ലപ്പെടുകയും 100-ൽ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏകദേശം 11,160 പേരെ കാണാതായി. അതായത് ഗസയിലെ ഓരോ 200 പലസ്തീനികളിൽ ഒരാളെ കാണാനില്ലെന്നാണ് അതിന്റെ അർത്ഥം. പലരും 42 ദശലക്ഷം ടണ്ണിലധികം അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടപ്പെട്ട നിലയിലാണ്. ഏകദേശം 1 ലക്ഷം പലസ്തീനികൾ ഗസ വിട്ടുപോയി. 10-9 ഗസക്കാരും പലായനം ചെയ്തു. ഇവരിൽ പലർക്കും യുദ്ധം ആരംഭിച്ചതിന് ശേഷം നിരവധി തവണ വീട് വിട്ട് കൂടുമാറേണ്ടി വന്നു. എന്നാൽ കുടിയിറക്കപ്പെട്ടവർ എന്തിലേക്കാണ് മടങ്ങി വരേണ്ടതെന്നറിയാമോ? ഗസയുടെ ഇന്നത്തെ ഒരു അവസ്ഥ ഈ യുദ്ധം കഴിയുമ്പോൾ എന്താണെന്നറിയാമോ? US ആസ്ഥാനമായുള്ള ഗവേഷകരായ ജാമോൻ വാൻഡൻ ഹോക്കും കോറീഷർ എന്നിവരുടെ ഒരു വിശകലനം വന്നിട്ടുണ്ട്. ഇതനുസരിച്ച് ഗസ മുനമ്പിലെ എല്ലാ കെട്ടിടങ്ങളുടെയും 60% നശിച്ചുപോയി. ഗസയിലെ ജനസംഖ്യയുടെ 90% കുടിയൊഴിപ്പിക്കപ്പെട്ടു. ആധുനിക സംഘർഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പലർക്കും ആശുപത്രികളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും പോലുള്ള അവശ്യ സേവനങ്ങൾ ഉൾപ്പെടെയുള്ളവ അവരുടെ സമീപ സ്ഥലങ്ങളിൽ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല, ശുചിത്വ സംവിധാനങ്ങൾ, വൈദ്യുത സേവനങ്ങൾ തുടങ്ങി സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയെക്കുറിച്ച് കണക്ക് പോലും എടുക്കാൻ കഴിയുന്നില്ല. ഗസയിലെ 42 ദശലക്ഷം ടൺ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കുറഞ്ഞത് 1 ദശകമെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ദി കോർഡിനേഷൻസ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് OCHA പറയുന്നത് ജനുവരി 14 വരെ ഗസയിലെ 36 ആശുപത്രികളിൽ പകുതിയും ഭാഗികമായി പ്രവർത്തിക്കുന്നവയാണ്. 88% സ്കൂളുകൾ കേടുപാടുകൾ സംഭവിച്ചവയാണ് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 92% വീടുകളും കേടുപാടുകൾ സംഭവിച്ചവയോ നശിപ്പിക്കപ്പെട്ടവയോ ആണ്. കൃഷിഭൂമിയുടെ 68%വും റോഡുകളുടെ 68%വും നശിപ്പിക്കപ്പെട്ടു. എത്ര പെട്ടെന്നാണ് ഗസ എന്ന കൊച്ചു മുനമ്പ് നശിപ്പിക്കപ്പെട്ടു പോയത്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇസ്രായേൽ ഗസയിൽ തിരിച്ച് വ്യോമാക്രമണം നടത്തിയത്. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ കരാധിനിവേശം തുടങ്ങി. യുദ്ധത്തിന്റെ ആദ്യ മാസത്തിൽ, അതായത് നവംബർ 10 വടക്കൻ ഗസയിലേക്കും ഗസ സിറ്റിയിലേക്കും എല്ലാ
എല്ലാ കെട്ടിടങ്ങളിലേക്കും 15% കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. ജനുവരി 5 ഗസയിൽ തുടർച്ചയായ ബോംബാക്രമണത്തിന് 3 മാസമായപ്പോഴേക്കും ഗസയിലെ പകുതിയോളം, അതായത് 44% കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. നാശനഷ്ടത്തിന്റെ ഭൂരിഭാഗവും വടക്ക് കേന്ദ്രീകരിച്ചാണ് നടന്നത്. അപ്പോഴേക്കും വടക്കൻ ഗസയുടെയും ഗസ സിറ്റിയുടെയും 70% നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേലി ബോംബിംഗിലും ഗ്രൗണ്ട് അധിനിവേശത്തിലും മെഡിക്കൽ സൗകര്യങ്ങൾ ആക്രമണത്തിനിരയായ ഗസ നഗരത്തിലെ അൽഷിഫ പോലുള്ള ആശുപത്രികൾ ഇസ്രായേൽ സൈന്യം വളയുകയും അടിയന്തര മരുന്നുകളും ചികിത്സയും ആവശ്യമുള്ള ആളുകളിൽ നിന്ന് അവ വിച്ഛേദിച്ചു കളയുകയും ചെയ്തു. ഇസ്രായേൽ വ്യോമാക്രമണത്തിന് 15 മാസം പിന്നിടുമ്പോൾ ഗസ എന്തായിരുന്നു എന്നതിന്റെ ഒരു പുറന്തോട് മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത്. എല്ലാ കെട്ടിടങ്ങളുടെയും 60% കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ നാശം ബാധിച്ചത് ഗസ എന്ന നഗരത്തെ തന്നെയാണ്. അവിടെ 74% കെട്ടിടങ്ങളും ഇസ്രായേൽ നശിപ്പിച്ചു കളഞ്ഞു. ഗസയിലെ സ്കൂളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊരു അന്വേഷണം നടത്തിയിട്ട് അതിന്റെ ഒരു കണക്ക് കണ്ടു കഴിഞ്ഞാൽ ഇനി ഈ കുഞ്ഞുങ്ങൾ, ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചുപോയി, ബാക്കിയുള്ളവർ എവിടെ പഠിക്കുമെന്നതറിയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നശിച്ചുപോയി. 2024 ഓഗസ്റ്റ് മുതൽ ഗസയിലെ സ്കൂൾ പ്രായത്തിലുള്ള 6,25,000-ത്തിലധികം കുട്ടികൾക്ക് ഒരു വർഷം മുഴുവൻ ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതെ പോയി. ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഗസയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നു പോയ നിലയിലാണ്. അക്രമത്തെ അതിജീവിച്ച പല സ്കൂളുകളും ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് കുടിയൊഴിക്കപ്പെട്ട കുടുംബങ്ങളുടെ താൽക്കാലിക അഭയ കേന്ദ്രങ്ങളായിട്ടാണ്. ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കാനുള്ള അവരുടെ കഴിവിനെ സ്കൂളുകൾക്ക് ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കാൻ പോലും പറ്റാതായി. ഏകദേശം 88% സ്കൂളുകൾ, അതായത് 564-ൽ 496 സ്കൂളുകൾ കേടാവുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. OCHA റിപ്പോർട്ട് അനുസരിച്ച് കുറഞ്ഞത് 503 വിദ്യാഭ്യാസ ജീവനക്കാർ കൊല്ലപ്പെടുകയും ഗസയിലെ എല്ലാ സർവകലാശാല കെട്ടിടങ്ങളും നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളോ ജീവനക്കാരോ വിഭവങ്ങളോ ഇല്ലാതെ ഗസയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായി തകർന്നു പോയിരിക്കുന്നു. അത് എങ്ങനെയാണ് പുനർനിർമ്മിക്കുകയും വീണ്ടും പഴയ പോലെ ആവുകയും ചെയ്യാമെന്നത് ഉത്തരമില്ലാത്തൊരു ചോദ്യം പോലെ കിടക്കുകയാണ്. ഗസയിലെ വീടുകളിൽ എന്താണ് അവശേഷിക്കുന്നത്? ആളുകൾ ഒഴിഞ്ഞു പോയതും മരിച്ചതുമായ വീടുകൾ എന്നുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് ഗസയുടെ മുഴുവൻ പരിസര പ്രദേശങ്ങളും ഒരു മൺകൂനയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളുടെ കൂമ്പാരവുമായി മാറി. ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയത്തിനും അതിജീവനത്തിനുമായി മാനുഷിക സഹായത്തെ ആശ്രയിക്കേണ്ട അവസ്ഥ. ഇത്തരത്തിൽ വൻതോതിലുള്ള കുടിയൊഴിക്കലും അടിസ്ഥാന സൗകര്യങ്ങളുടെ തുടച്ചു നീക്കലും കാരണം ഗസ പുനർനിർമ്മാണം വലിയ വെല്ലുവിളികൾ നേരിടുന്നു. അവിടുത്തെ ജനങ്ങളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതകളെക്കുറിച്ച് ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പോലും ലഭിക്കുന്നില്ല. 80% വാണിജ്യ സൗകര്യങ്ങൾ കൂടാതെ 92% ഭവന യൂണിറ്റുകളും നശിപ്പിക്കപ്പെട്ടു പോവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഗസയിലെ ഓരോ 10 പലസ്തീൻകാരിൽ 9 പേരും കുടിയിറക്കപ്പെട്ടിരിക്കുകയാണ്. വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്കൊക്കെ. ഗസയിലെ ആശുപത്രികളിലേക്ക് നമ്മളൊന്ന് പോയി നോക്കിയാൽ കാണുന്നത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. മാനുഷിക നിയമത്തിന് കീഴിലുള്ള വ്യക്തമായ സംരക്ഷണം ഉണ്ടായിട്ടും ഗസയിലെ ആശുപത്രികൾ ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ആവർത്തിച്ചുള്ള ആക്രമണത്തിലും അവശ്യ സാധനങ്ങളുടെ അഭാവത്തിലും ഉഴന്നു പോയിട്ടുള്ള ആശുപത്രികളാണ് ബോംബാക്രമണത്തിൽ തകർന്ന ആശുപത്രികൾ. ഇതോടെ ഗസയിലെ പല ആശുപത്രികൾക്കും മതിയായ സേവനം പോലും നൽകാൻ ഇപ്പോഴും കഴിയുന്നില്ല. വടക്കൻ ഗസയിലെ മുഴുവൻ ഗവർണറേറ്ററിലും ഒരെണ്ണം ഉൾപ്പെടെ പകുതി ആശുപത്രികളും ഭാഗികമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. തകർന്നുപോയി അവയൊക്കെ. ആവർത്തിച്ചുള്ള ഇസ്രായേൽ ബോംബാക്രമണം, സപ്ലൈസ് ഉപരോധം ഒക്കെ കഴിഞ്ഞ് അൽ-അക്സ, നാസർ, യൂറോപ്യൻ ആശുപത്രികൾ ആസന്നമായ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നാണ് ജനുവരിയിൽ ഗസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറയുന്നത്. വെടിനിർത്തലിന് ശേഷം ഗസയിലെ ആശുപത്രികൾ പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് വൈദ്യുതി വേണം, ശുദ്ധജല പുനഃസ്ഥാപനം വേണം. അത്യന്താപേക്ഷിതമായ 2 കാര്യങ്ങളാണിത്. അതിനൊരു വലിയ ശ്രമം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ തന്നെ വേണ്ടിവരും. ചില സന്ദർഭങ്ങളിൽ ആശുപത്രികൾ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അതേസമയം യുദ്ധസമയത്ത് ഇസ്രായേൽ വെട്ടിക്കുറച്ചത് അവശ്യ മെഡിക്കൽ സപ്ലൈകളും സ്പെഷ്യലൈസ്ഡ് ഉപകരണങ്ങളും പുനഃസ്ഥാപിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് കുറെ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലമാണെന്നതുകൊണ്ട് അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനുഷ്യശ്രദ്ധ പതിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഗസയിലെ കൃഷിയിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ആകെയുള്ള കൃഷിഭൂമിയുടെ 68% നശിച്ചുപോയി. സെന്റിനൽ-2 സാറ്റലൈറ്റ് ഇമേജറിയുടെ കൃഷിഭൂമിയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നു. ഓരോ ഗവർണറേറ്റിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് വടക്കൻ ഗസയിലാണ്. 3/4 കൃഷിഭൂമിയും നശിച്ചു പോയിരിക്കുന്നു. കൂടാതെ പ്രദേശത്തെ കന്നുകാലികൾ ഭൂരിഭാഗത്തെയും കൊന്നൊടുക്കുകയും ജലസേചന സംവിധാനങ്ങളും മറ്റ് കാർഷിക ഉപകരണങ്ങളും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വീണ്ടെടുക്കൽ എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി
തന്നെയാണ് ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ച്. ആദ്യം അവിടുത്തെ മണ്ണ് വൃത്തിയാക്കിയെടുക്കണം. കെട്ടിടാവശിഷ്ടങ്ങൾ, പൊട്ടിത്തെറിക്കാത്ത വെടിയുണ്ടകൾ അതൊക്കെ നീക്കം ചെയ്ത് മനുഷ്യാവശിഷ്ടങ്ങൾ മാറ്റി അണുവിമുക്തമാക്കുന്നതിനുള്ള നടപടികൾ എടുക്കേണ്ടി വരും. ഗസയുടെ കാർഷിക കേന്ദ്രം പുനഃസ്ഥാപിക്കുന്നതിന് അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് കാര്യമായ സാമ്പത്തിക സഹായവും മനുഷ്യ സഹായവും ആവശ്യമാണ്. ഗസയിലെ റോഡുകളിൽ എന്താണ് ബാക്കിയായിട്ടുള്ളത്? വല്ല റോഡുകളും ബാക്കിയുണ്ടോ എന്നുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് 2024 ഓഗസ്റ്റ് മുതലുള്ള UNOSATയുടെ ഡാറ്റ അനുസരിച്ച് ഗസയിൽ ഏകദേശം 1190 കിലോമീറ്റർ 740 മൈൽ റോഡുകൾ നശിച്ചു. 415 കിലോമീറ്ററിന് സാരമായി കേടുപാടുകൾ പറ്റി. 1440 കിലോമീറ്റർ മിതമായ രീതിയിൽ ബാധിച്ചു. ഇത് എൻക്ലേവിലെ മൊത്തം റോഡ് ശൃംഖലയുടെ 65% റോഡുകളെയും ബാധിച്ച് തകർന്ന് തരിപ്പടമായ റോഡുകളാണ്. എങ്ങനെയാണ് ഒരു ജനത ഈ നാട്ടിൽ ജീവിക്കുക? എന്തിനാണ് അമേരിക്ക ഇങ്ങനെയൊരു പാതകം ഗസയിലെ പാവപ്പെട്ട മനുഷ്യരോട് ചെയ്തത്? എങ്ങനെയാണ്? എന്നിട്ടിപ്പോൾ വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ, യുദ്ധം നിർത്തുന്നു, കരാർ എന്ന് പറയുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യർ എങ്ങനെ അവിടെ? എന്താണ് അമേരിക്ക ഇതിൽ നിന്ന് നേടിയത്? നിങ്ങൾ ഓർത്തു നോക്കൂ, ഗസയിലെ കൊച്ചു കുട്ടികളെ പോലും ചുട്ടു തിന്ന അമേരിക്കയ്ക്ക് എങ്ങനെയാണ് മുഴുവൻ പാപഭാരവും ഇസ്രായേലിന്റെ തലയിൽ ചാരി മാറാൻ കഴിയുക? ഗസയിലെ ഈ മുഴുവൻ കൂട്ടക്കുരുതിക്കും പൂർണ്ണമായുമുള്ള ഉത്തരവാദിത്തം ബൈഡനും അമേരിക്കയ്ക്കും അമേരിക്കയിലെ ഓരോ ജനതയ്ക്കുമാണ്.